മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ എം മാണിയും കൂടിക്കാഴ്ച നടത്തി മേഖലാജാഥ മാറ്റിവെക്കേണ്ടതില്ലെന്ന KPCCയുടെ തീരുമാനത്തിൽ അതൃപ്തി കെ എം മാണി മുഖ്യമന്ത്രിയെ അറിയിച്ചു. വിശദാംശങ്ങളുമായി NV ബാലകൃഷ്ണൻ ചേരുന്നു. ബാലു, എപ്പോഴായിരുന്നു കൂടിക്കാഴ്ച? കൂടിക്കാഴ്ചയിൽ മാണി അതൃപ്തി അറിയിച്ചോ മുഖ്യമന്ത്രിയെ? പ്രതീഷ്, വയനാട്ടിൽ മന്ത്രി PK ജയലക്ഷ്മിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വയനാട്ടിലെത്തിയതിനിടെയായിരുന്നു മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രി KM മാണിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രിയും KM മാണിയും കൂടിക്കാഴ്ച നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം ആന്റണി രാജു വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നാളെ KM മാണി വിദേശത്തേക്ക് പോവുകയാണ്. 15 ശേഷം മാത്രമേ തിരിച്ചെത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ UDF യോഗത്തിൽ പങ്കെടുക്കില്ല. ഈ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നിലപാട് എന്താണ് എന്ന് മുഖ്യമന്ത്രിയെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയത്. കേരള കോൺഗ്രസ് അവരുടെ നിലപാട് ഉറച്ചു നിൽക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഏതായാലും മൊത്തം ജാഥകളും മാറ്റിവെക്കുന്ന എല്ലാ മേഖലാ ജാഥകളും മാറ്റിവെക്കുന്നില്ലെങ്കിലും മധ്യമേഖലാ ജാതിയെങ്കിലും മാറ്റിവെക്കണമെന്ന ആവശ്യം KM മാണി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ആവശ്യം UDF യോഗം ചർച്ച ചെയ്യും. മധ്യമേഖലാ ജാഥ മാത്രം മാറ്റിവെക്കാനാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. മറ്റു ജാഥകൾ നിശ്ചയിച്ചപ്രകാരം നടക്കുമെന്നും ധാരണയെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് തങ്ങളുടെ നിലപാട് വ്യക്തമായും മുഖ്യമന്ത്രിയെ അറിയിച്ചു. മെയ് 5-നകം അന്വേഷണം പൂർത്തിയാക്കാമെന്നായിരുന്നു നേരത്തെ ഉറപ്പ് നൽകിയത്. എന്നാൽ അന്വേഷണം നീണ്ടുപോവുകയാണ്. അന്വേഷണ ഘട്ടത്തിൽ മന്ത്രിയെ KM മാണിയെ വിചാരണ ചെയ്യുന്ന രൂപത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇതിലുള്ള അസംതൃപ്തി മുഖ്യമന്ത്രിയെ KM മാണി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UDFന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളുമായി സഹകരിക്കേണ്ടതില്ല എന്ന പൊതു തീരുമാനം കേരള കോൺഗ്രസ് നേതൃത്വം എടുത്തതായും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാനാണ് കേരള കോൺഗ്രസ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. തങ്ങളുടെ അതൃപ്തി മുഖ്യമന്ത്രിയെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ മധ്യമേഖലാ ജാതിയെങ്കിലും മാറ്റിവെക്കാനുള്ള തീരുമാനം UDFൽ ഉണ്ടാകാൻ പോകുന്നു. ഏതായാലും UDFും അതോടൊപ്പം തന്നെ കോൺഗ്രസും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും തമ്മിലുള്ള ഭിന്നത കൂടിക്കൂടി വരുന്നു എന്നൊരു സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. NV ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.